ഞാൻ എൻ്റെ ഒരു 18ാമത്തെ വയസ്സിലൊക്കെയാണ് ആദ്യം ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്നത്. നമുക്കൊന്നും പിടികിട്ടില്ല. ഒരു 30 വയസ്സിൽ ഞാൻ വായിച്ചു വരിക്കുന്നത് കുറച്ചുകൂടെ അത് കൺവിൻസിങ് ആയി. പക്ഷേ ഒരു 40 വയസ്സായിട്ടൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ക്ലാസിക് സംഗതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് ഓരോ സിനിമകളിൽ പോലും ഇതുണ്ടാവും. ഇപ്പോൾ 70കളിലും 80കളിലും ഒക്കെ ഇപ്പോൾ അരവിന്ദേട്ടനും അല്ലെങ്കിൽ അടൂർ സാറും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമകൾ ഒരു 15 വയസ്സുകാരനെ കൊണ്ട് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് അവരുടെ പ്രശ്നമല്ല. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് ജഡ്ജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. നമുക്ക് ഈ പറയുന്ന നമ്മുടെ സെൻസിബിലിറ്റി പുതുക്കപ്പെടും എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം എന്ന് തോന്നിയിട്ടുണ്ട്. അതൊരു പ്രേക്ഷകനായാലും ഉണ്ടാവണം, സംവിധായകനായാലും ഉണ്ടാവണം. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് പല തരം പടങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വളരെ കുറച്ച് ലൗഡായിട്ടുള്ള തമാശകൾ ചെയ്യാനായിട്ട് ഇപ്പം ഒരു ഹൊറർ പടം പറ്റിയ ചെയ്യുന്നത് വലിയ നല്ലൊരു ആക്ഷൻ പടം. നമ്മൾ ചെരുപ്പിട്ട് നടക്കാൻ സുഖമാണ്. അത് എപ്പോഴാണ് ചെരുപ്പ് മാറുമ്പോൾ ചിലപ്പോൾ കാല് പൊട്ടുവോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമുക്ക് ജീവിതകാലം ഒരു ചെരുപ്പ് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചെരുപ്പ് മാറിയേ പറ്റുള്ളൂ. ഈ സിനിമ ഇപ്പോൾ പറയേണ്ട ഒരു സിനിമയാണെന്നുള്ളത് കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. സ്ക്രീൻ പ്ലേ നറേഷൻ കേട്ടപ്പോൾ തന്നെ തോന്നി. പിന്നെ എൻ്റെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും അങ്ങനെ അത്ര വലിയ നല്ലവനൊന്നുമില്ല. നന്മയുടെ ഭാരമൊന്നുമില്ലാത്ത നന്മവരൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ശ്രീനേട്ടൻ്റെ ഒക്കെ സിനിമകൾ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞ ഈ ടോർച്ചടിക്കൽ പരിപാടി പുള്ളി നമ്മൾ മലയാളിയെ കൂടുതൽ ശീലിപ്പിച്ച ആളാണ്. അപ്പം അങ്ങനെയുള്ളൊരു പുള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിനാരിയോയിലേക്ക് നമുക്ക് ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? ആ റേഞ്ചല്ലേ ദ ക്യൂ ഷോ ടൈമിൽ സിജു വിൽസൺ, PG പ്രേംലാൽ, സജീവ് വാഴ, വെൽക്കം. നമസ്കാരം. സിജുവിനോട് ആദ്യം ചോദിക്കാം. നമ്മൾ അവസാനം സംസാരിച്ച സമയത്ത് സിജു പറഞ്ഞിരുന്നു സിനിമ അത്ര എളുപ്പമല്ല, ഞാനിതിന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇപ്പം ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് ഓരോ സിനിമകളും. നമ്മൾ 19 നൂറ്റാണ്ട് സമയത്താണ് ഇത് സംസാരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി എത്തി നിൽക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ ആസ്വാദനം, പഠനം ഇതെത്രമാത്രം മാറുന്നുണ്ട്? കാരണം ഓരോ ദിവസം തോറും സിനിമയും മാറിക്കൊണ്ടിരിക്കണം. ഈ ന്യൂ റിലീസസ് നോക്കുമ്പോൾ സിനിമയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പഠനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മലയാള സിനിമ മാത്രം വെച്ചിട്ടല്ലല്ലോ കമ്പയർ ചെയ്യുന്നത്. അല്ല, ലോകത്ത് നടക്കുന്ന സിനിമകളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മലയാളി പ്രേക്ഷകർ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ട സിനിമകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ അപ്ഡേഷനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷമൊക്കെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്സെപ്റ്റൻസ് അത്രയും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ക്വാളിറ്റി സിനിമകൾ കൊടുക്കുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള സിനിമകളും അല്ല ഇറങ്ങുന്നത്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും അപ്ഡേഷനും അതുപോലെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നല്ലതാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും, അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളും മാറുന്നുണ്ട്. അതെ. ഈ ഇതിനോട് ആഡ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ പുതിയ സിനിമ, പുതിയ കാലഘട്ടത്തിലെ സിനിമയുടെ മാറ്റം, ഇതിലിപ്പോൾ ഒരു ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ എഴുത്ത്, സംവിധാനം കൂടെ ഉണ്ടല്ലോ. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ സിനാരിയോ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ മലയാള സിനിമയ്ക്കൊരു മേൽക്കോയ്മയുണ്ട്. എല്ലാവരും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് മലയാള സിനിമകളാണ്. ഈ സംവിധായകൻ്റെ പെർസ്പെക്റ്റീവ്, എഴുത്തുകാരൻ്റെ പെർസ്പെക്റ്റീവ്, ഇതിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ടൈം പീരീഡിലോട്ട് വരുമ്പോൾ? ഞാനതിന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും ഹിറ്റുകളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പല സിനിമകളുമുണ്ട്. ഒരു സിനിമ ഇറങ്ങുന്നു, അവർ വലിയ അതിൻ്റെ കളക്ഷൻ റെക്കോർഡ്സ് പറയും. അതിനടുത്തൊരു സിനിമ പറയുമ്പോഴത്തേക്കും വളരെ ഈസിലി അതിനെയും സർപ്പാസ് ചെയ്തിട്ട് വേറൊരു റെക്കോർഡ് വരുന്നു. അപ്പം ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ വിജയമാണ്. അതായത് മലയാളത്തിൽ ഇപ്പോൾ 80s-ലും 90s-ലും ഒക്കെ ഉണ്ടായിട്ടുള്ള സിനിമകളുടെ ഒരു ജോണേഴ്സ് നമ്മൾ കണക്കിലെടുത്താൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഫാമിലി ഇമോഷണൽ ഡ്രാമയായിരുന്നു. അതിപ്പോൾ ഭരതേട്ടൻ്റെ സിനിമകളായാലും പത്മരാജൻ്റെ സിനിമകളായാലും ജോർജ് സാറിൻ്റെ സിനിമകളായാലും അതിനുശേഷം സിബി മലയിൽ അങ്ങനെയൊക്കെയുള്ള ഫിലിം മേക്കേഴ്സിലൂടെ നമ്മൾ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമകളുടെ ജോണേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് അത്തരം സിനിമകൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം മലയാളത്തിൻ്റെ സിനിമയിലുണ്ടായിട്ടുള്ള എല്ലാ പുതുമകളുടെയും അതുപോലെ തന്നെ എല്ലാ നന്മകളുടെയും ഒപ്പം തന്നെ ഇതുപോലൊരു ചെറിയ ഡ്രോബാക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമ പറയണമെങ്കിൽ പോലും അത് കുറച്ചുകൂടെ ഫണ്ണിലൂടെ അല്ലാതെ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും വളരെ കാമ്പുള്ളൊരു സിനിമ പറയുമ്പോഴും അത് തമാശ കലർത്തി വേണം പറയാൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. അത് അധികം ആരും നോട്ടീസ് ചെയ്തിട്ടില്ല. കാരണം ഈ വിജയങ്ങൾക്കിടയിൽ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു എലമെൻ്റ് ആണ്.
പക്ഷേ ആടുജീവിതം വരുന്നതോട് കൂടിയിട്ട് എനിക്ക് തോന്നിയത് അതിനെയും മറികടന്ന് ജനം വീണ്ടും അത്ര ഒരു ഇമോഷണൽ ഡ്രാമയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. ജനം തിയേറ്ററിലേക്ക് ഫാമിലി ആയിട്ട് തന്നെ എത്തിക്കൊണ്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന നമ്മുടെ പടത്തിൽ കൂടി ചേർത്ത് വെച്ച് പറയുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു സൈനാണത്. കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്തരം ഒരു സിനിമ നമ്മൾ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്. വളരെ ലളിതമായ ഒരു സിനിമയാണ് എങ്കിൽ പോലും അത് കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം ആളുകൾ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് ഒരുപക്ഷെ മടക്കിക്കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയുന്ന തരത്തിലൊരു സിനിമ വിജയിച്ചപ്പോഴും തിയേറ്ററുകളിൽ നിലനിൽക്കെ നമ്മുടെ സിനിമ അങ്ങോട്ട് എത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. ജീവേട്ടൻ എന്താ തോന്നുന്നത്, ഈ ഒരു എഴുത്തുകാരൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് മാറുന്ന കാലഘട്ടം, മാറുന്ന സിനിമ? ഇത് പറഞ്ഞ പോയിന്റോട് വളരെയധികം യോജിപ്പാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ട് കഥ സിനിമയ്ക്ക് പറ്റുന്നതായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന, പറ്റുമോ എന്ന് നമുക്ക് സംശയിച്ചിരുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല, അത് സിനിമയ്ക്കാവും, സിനിമയ്ക്ക് പറ്റുന്നതാണെന്ന രീതിയിലേക്ക് റീതിങ്കിനുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടൊരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം OTT സാറ്റലൈറ്റ് അടങ്ങുന്ന ഒരു സർക്കിളിൽ നിന്നിട്ട് നമ്മൾ സിനിമ ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ ടേബിൾ ടോപ്പിൽ വെച്ച് സിനിമ ആലോചിച്ചിരുന്ന സമയത്തേക്ക് മാറിയിട്ട് തിയേറ്ററിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സിനിമ ഉണ്ടാക്കേണ്ടി വരുന്ന, തിയേറ്ററിന് വേണ്ടിയിട്ട് മാത്രം സിനിമ ചാനലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ മൊത്തം ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു. അപ്പോൾ വരുമ്പോഴത്തേക്കിൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാൻ തയ്യാറാവുന്നു. ഇപ്പോൾ കോവിഡിന് ശേഷം, ഇപ്പോൾ സിനിമ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന് പറയുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് കോവിഡിന് മുമ്പ് തിയേറ്റർ എന്ന് പറയുന്ന ഏറ്റവും നമ്മൾ ഇരുട്ടിൽ ഒരു സിനിമ ഓടി തുടങ്ങിയാൽ അതിൻ്റെ ഇൻ്റർവെല്ലിൻ്റെ ഒരു ബ്ലോക്ക് പുറത്ത് ഇൻ്റർവെല്ലും ഇല്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് ആ ഇൻ്റർവെൽ എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. ആ ഇൻ്റർവെൽ കഴിഞ്ഞാൽ പിന്നീട് ആ സിനിമ മുഴുവൻ ഓടിത്തീരുന്നവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രേക്ഷകൻ സമ്മതിക്കുന്ന അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തിയേറ്ററിന് മാത്രം കിട്ടുന്നതാണ്. മാത്രമല്ല നമുക്ക് അതിൻ്റെ വിഷ്വലിൻ്റെ ക്വാളിറ്റി, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ക്യാമറയിൽ സൗണ്ടിൽ വിഷ്വലായാലും സൗണ്ടിലായാലും വന്നിട്ടുള്ള ക്ലാരിറ്റി, ആ ക്ലാരിറ്റി എക്സ്പീരിയൻസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം നമുക്ക് കുറച്ചായിട്ട് നഷ്ടം വരുമായിരുന്നു. കാരണം വെച്ചാൽ തിയേറ്ററിൽ ഇറങ്ങി അധികം വൈകാതെ OTT വരുന്നപ്പോൾ OTTയിൽ ഇത് കണ്ടാൽ മതി, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ പുറത്തൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് മാറി വരികയാണ്. അപ്പോൾ തിയേറ്ററിലേക്ക് ക്രൗഡ് വരുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് തിയേറ്ററിലേക്ക് സിനിമ തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകര കാര്യമാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന എന്തും നല്ലതാണ്, അതിന് വേണ്ടിയിട്ട് നടക്കുന്ന എന്തും നല്ലതാണ്. അപ്പോൾ ഈ OTT ഇപ്പോൾ നമ്മളൊരു തിയേറ്ററിൻ്റെ ഒരു ഫുൾ പാക്ഡ് ഓഡിയൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥയിലിരുന്നിട്ട് ഒരു സിനിമ നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു എലമെൻറ്റ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും ആലോചിക്കും, തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷം OTT വരുമ്പോൾ ചില സമയത്ത് അതിന് കിട്ടുന്ന ഫീഡ്ബാക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഇപ്പോഴത്തെ ഒരു ലോങ് റൺ എന്ന് പറയുന്നത് ഒരു 30 to 40 days തിയേറ്ററും പിന്നീട് OTT റണ്ണും കൂടിയാണ് ഡിസ്കഷൻ ഓണാവുന്നത്. അതെ, അപ്പോൾ അതിൽ തന്നെ പക്ഷേ ഒരുപാട് മാറ്റം വന്നു. ഇപ്പം ഹോം തിയേറ്ററുകളുടെയൊക്കെ ഒരു വരവും ടെലിവിഷൻ്റെ വലിപ്പം കൂടുതലും ശബ്ദത്തിലുള്ള ക്രമീകരണങ്ങളും എല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ മെറ്റീരിയലാണ്. ആ തിയേറ്ററിന് പറ്റിയതാണ് സിനിമ എന്നൊരു ഒരു നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ സംശയിച്ചൊരു തോന്നൽ തിരിച്ചു വരുന്നുണ്ട്. ഇത് ഏറ്റവും പ്രൊഡക്റ്റീവാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇതൊരു വലിയ സ്ക്രീനിൽ കാണുന്ന വിഷ്വലിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് ചെയ്യുന്നതിനൊരു പ്രത്യേകത. ഇപ്പോൾ ഇതെ സംബന്ധിച്ച് ഇത് കുറച്ചൊരു പാൻഡമിക് ആയിട്ടുള്ള ഒരു വ്യൂ ഉള്ളൊരു പടമായത്. വലിയ കുന്നും വലിയ പ്രദേശവും ചെറിയ മനുഷ്യരൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങൾ നമുക്ക് രസമുണ്ട് തിയേറ്ററിൽ കാണാൻ. അപ്പോൾ അതുണ്ട്. പിന്നെ ഇപ്പോൾ പ്രബലാൽ പറഞ്ഞ പോലെ ഇമോഷണൽ ഡ്രാമകളും ഫീൽ ഗുഡ് ഇതെല്ലാം ഒന്നുകൂടി റിവൈവ് ചെയ്ത് തിരിച്ച് വരുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം പലതരത്തിലുള്ള സംഭവങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അതിനൊരു വലിയ പോസിറ്റീവായിട്ടുള്ള 100% അത് പോസിറ്റീവാണ്. ഇതിനോട് ആഡ് ചെയ്ത് ചോദിക്കാനുള്ളത്, 3 തരത്തിൽ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണല്ലോ. ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഇപ്പോൾ ആക്ടറാണ്, ഈ പറഞ്ഞ മാറ്റം സിനിമ ഇതിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനോടൊക്കെ ഒപ്പം തന്നെ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യണം എന്നുള്ളത്, ഈ ജഡ്ജ്മെൻ്റ് എടുക്കുക എന്നുള്ളത് അതിൽ ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടോ ശരിക്കും? ഇതൊരു ഫൈനൽ കോൾ, ഓക്കെ ഇതാണ് വേണ്ടത് ചൂസ് ചെയ്യുന്നത്? അങ്ങനെ സമ്മർദ്ദമൊന്നുമില്ല. കാരണം ഞാൻ കഥ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് തന്നെ കേട്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടാറുണ്ട്, വിഷ്വലൈസേഷൻ കിട്ടാറുണ്ട്. പിന്നെ ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരായിട്ട്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വർക്കായിട്ടുള്ള
എലമെൻ്റ് എനിക്ക് ഈ ബേസ് ലൈൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്ക്രീൻ പ്ലേ വൈസ് അത് പോകുന്ന ട്രാവൽ ചെയ്യുന്ന ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ്. എൻ്റെ ഒരു ബേസ് ലൈൻ ചിലപ്പോൾ നല്ലതായിരിക്കാം, പക്ഷെ സ്ക്രീൻ പ്ലേയിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഹെൽത്തി ഡിബേറ്റും അതുപോലെ തന്നെ ഒരു കോൺവെർസേഷനും കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ടൊക്കെയാണ്. എല്ലാത്തിലും അല്ല കേട്ടോ, ചിലത് ഒറ്റ അടിക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഷോർട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചിലത് അത് ഇനിയും വർക്ക് ചെയ്യാണ്ടെന്ന് തോന്നും, അപ്പോൾ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഒരു ജഡ്ജ്മെന്റിലേക്ക് വന്നത്. ഇതൊക്കെ എത്ര ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഇത് ഫൈനൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് ചേർന്ന് നിന്നിട്ടാണ് ഇത് ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ വിഷൻ അനുസരിച്ചിട്ട് ഈ സിനിമ ശരിയാക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡിപ്പെൻഡൻ്റാണ്. ആളുകളുടെ മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻസ്, പ്രകൃതി, ഇതൊക്കെ ഡിപ്പെൻഡൻ്റാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയാണ്. നമുക്ക് മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു ഷോട്ട് എടുക്കുന്ന പരിപാടിയൊന്നും നടക്കുന്നില്ല. വേറെ സിനിമകളിലൊക്കെ ഒരു ദിവസം ചിലപ്പോൾ ഒരു ഷോട്ടൊക്കെ എടുക്കുള്ളായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ മലയാള സിനിമ എത്രയും വേഗം തീർക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം ഈ പറയുന്നുള്ള എൻ്റെ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതും ഇതൊക്കെ ഒരു ഫാക്ടറാണല്ലോ. നമ്മൾ വിശ്വസിച്ച് പണം ഇറക്കുന്ന ഒരാളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ആക്കാതിരിക്കുക എന്നുള്ള സംഭവം ഇതൊക്കെ വരും. ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യം കേട്ട സംഭവം ആയിരിക്കില്ല വരുന്നത്, ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വേറൊരു സാധനമായിരിക്കും. കാരണം ഈ ഷൂട്ട് പ്രോസസ്സ് നടക്കുന്ന സമയത്തും സംവിധായകരുടെയും അതുപോലെ അഭിനേതാക്കളുടെയും ഇവരുടെ ഉള്ളിൽ ഓരോ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു മേക്കിംഗ് വൈസ് ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അവിടെ നടക്കും. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കേട്ടതിനേക്കാളും ഭംഗിയായിട്ട് വരാം, ചിലപ്പോൾ കേട്ട ആ ലെവലിൽ തന്നെ വരാം, ചിലപ്പോൾ അതിലും താഴത്തേക്ക് പോകാം, പലതും സംഭവിക്കാം. ഡയറക്ടറുടെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ്? അല്ല, എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ നിലനിൽക്കുന്ന ഒരു പ്രായം, കാലം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ജഡ്ജ്മെന്റ്സ് നടത്തുന്നത്. അപ്പോൾ അന്നത്തെ നമ്മുടെ ഒരു സെൻസിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് പോലും ഇതിൽ മാറ്റം വരാം. ഒരേ വ്യക്തിയുടെ തന്നെ വ്യത്യസ്ത കാലങ്ങളിൽ അവരുടെ സെൻസിബിലിറ്റി മാറിയേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 18ാമത്തെ വയസ്സിലൊക്കെയാണ് ആദ്യം ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്നത്. നമുക്കൊന്നും പിടികിട്ടില്ല. ഒരു 30 വയസ്സിൽ ഞാൻ വായിച്ചു വരിക്കുന്നത് കുറച്ചുകൂടെ അത് കൺവിൻസിങ് ആയി. പക്ഷേ 40 വയസ്സായിട്ടൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ക്ലാസിക് സംഗതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് ഓരോ സിനിമകളിൽ പോലും ഇതുണ്ടാവും. ഇപ്പോൾ 70കളിലും 80കളിലും ഒക്കെ ഇപ്പോൾ അരവിന്ദേട്ടനും അല്ലെങ്കിൽ അടൂർ സാറും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമകൾ ഒരു 15 വയസ്സുകാരനെ കൊണ്ട് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് അവരുടെ പ്രശ്നമല്ല. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് ജഡ്ജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. നമുക്ക് ഈ പറയുന്ന നമ്മുടെ സെൻസിബിലിറ്റി പുതുക്കപ്പെടും എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം എന്ന് തോന്നിയിട്ടുണ്ട്. അതൊരു പ്രേക്ഷകനായാലും ഉണ്ടാവണം, സംവിധായകനായാലും ഉണ്ടാവണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ആത്യന്തികമായി ഒരു ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നൊരു ഫാക്ടറാണ് താൻ. ഇപ്പോൾ പത്മരാജനെ ഞാൻ പേഴ്സണലി എപ്പോൾ പറഞ്ഞാലും എത്തിച്ചേർന്ന ഒരു പേര് പത്മരാജൻ എന്ന് പറയുന്ന പേരിലേക്കാണ്. അപ്പോൾ പപ്പേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് ക്ലാസിക് എന്ന് പറയുന്ന പല സിനിമകളും അന്ന് ആവാതെ പോയ സിനിമകളാണ്. പക്ഷെ ഇന്നത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു സിനിമ ആത്യന്തികമായിട്ട് അതിൻ്റെ ഒരു സെൻസിബിലിറ്റിയെ തിരിച്ചറിയുന്ന ഒരു ജനതയുടെ മുമ്പിൽ ആത്യന്തികമായി എത്തിപ്പെടുക എന്ന് പറയുന്നതാണ് ഒരു കലയുടെ ധർമ്മം. അതിൻ്റെ ഒരു അവസാന പരിണാമ എന്താ പറയുക, സമാപ്തി അത് അവിടെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ വലിയ നമ്മൾ ഒരുപാട് അതിനകത്ത് വറി ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. ഒരു സിനിമ എന്താകും, നമ്മളുടെ ഒരു കൺവിക്ഷൻസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ കൺവിൻസ്ഡ് ആവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സിനിമ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ത്രെഡ് പറയുന്ന സമയത്ത് വളരെ ചെറിയൊരു ത്രെഡാണ് സജി എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പം അത് പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു സിനിമയുടെ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ അപ്പോൾ നടത്തുന്ന ഒരു ജഡ്ജ്മെൻറ്റിൽ നിന്നാണ് പിന്നീട് ഒരു സിനിമ സംഭവിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇപ്പോൾ ഈ നിമിഷം കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആ ജഡ്ജ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു തരിമ്പ് പോലും പുറകോട്ട് പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതെ അതോട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ വളരെ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എലമെൻസിൻ്റെ ഒക്കെ അണ്ടർ ടോൺസ് ഇതൊക്കെ അവിടെ ഉണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സിനിമയാകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം പ്രേക്ഷകരുടെ മുമ്പിൽ വരുന്നത് എന്നുള്ള നമ്മുടെ പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മളെ കൺവിൻസിങ് ആക്കി നിർത്തുന്നത്. സജീവേട്ടൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പല ജോണേഴ്സ് ട്രൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ്, ഇതിൽ ഈ ട്രെൻഡുകൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സൃഷ്ടിക്കുന്ന സിനിമയാണ് ട്രെൻഡായി മാറുന്നത്, അവിടെ ഒരു എഴുത്തുകാരൻ ഞാൻ ഇന്ന് സബ്ജക്റ്റ് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, അതിൽ കൺഫ്യൂഷൻ പരിപാടി കോൺഫ്ലിക്റ്റുകൾ ഒക്കെ ഉണ്ടാകുന്നു? ഇല്ല, നമുക്ക് പലപ്പോഴും വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് പല തരം പടങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വളരെ കുറച്ച് ലൗഡായിട്ടുള്ള തമാശകൾ ചെയ്യാനായിട്ട് ഇപ്പം ഒരു ഹൊറർ പടം പറ്റിയ ചെയ്യുന്നത്, വലിയ നല്ലൊരു ആക്ഷൻ പടം ഇപ്പം നമ്മൾ പലപ്പോഴും പിന്നീട് അങ്ങോട്ടാണെങ്കിൽ പ്ലാൻ ചെയ്യുന്ന പലപ്പോഴും വരുന്നത്
കുറച്ചും കൂടി വേറെ തരത്തിലുള്ള കുറച്ചും കൂടി നമ്മൾ ചിലപ്പോൾ ശീലമില്ലാത്ത നമ്മൾ ഇട്ട ചെരുപ്പ് ഇട്ട് നടക്കാൻ സുഖമാണ്. അത് എപ്പോഴാണ് ചെരുപ്പ് മാറുമ്പോൾ ചിലപ്പോൾ കാല് പൊട്ടുവോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമുക്ക് ജീവിതകാലം ഒരു ചെരുപ്പ് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചെരുപ്പ് മാറിയേ പറ്റുള്ളൂ. അപ്പോൾ ആ മാറേണ്ട സന്ദർഭം എന്നുള്ളത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചില വിഷയങ്ങളിലേക്ക് പുതിയ വിഷയങ്ങളിലേക്ക് പോകണം എന്ന് നമ്മളുടെ അപ്ഡേഷൻ നമ്മളെ അതിലേക്ക് സമ്മർദ്ദത്തിലാക്കും. അങ്ങനെ ആക്കുന്ന വിഷയങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ഒരു 10 കഥകളിൽ നിന്നും എന്തിപ്പം ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ടത് ഏതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ പ്രോസസ്സ് അത് അതിൻ്റെ റെലവൻസാണ്. ആ കണ്ടൻറ്റ് നമുക്കിപ്പോൾ കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ റെലവൻസ്. ഇപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഇപ്പോൾ പ്രംലാലോട്ട് ഞാനൊരു ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട അതിനുശേഷം ഒരു സിനിമയുടെ കാര്യം പ്രംലാലിനെ സംസാരിക്കുന്ന ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു ഒരു പ്രത്യേക തരം ആശയ കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആദ്യം ആലോചിക്കുന്നത് കുറച്ചും കൂടി ഭയങ്കര നല്ല പൊളിറ്റിസൈസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ആദ്യം ആലോചിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നാണ് അതല്ല കുറച്ചും കൂടി ഒന്നുകൂടി കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് അത് എനിക്ക് കുറച്ചും കൂടി വല്ലാത്തൊരു സീരിയസ് അറ്റംപ്റ്റായി പോകുമോ എന്നൊരു ഭയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നലിൽ നിന്നാണ് കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡിലേക്ക് വരാമെന്ന് വരുമ്പോഴാണ് ഞാൻ ഈ സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പറയുന്ന സമയത്ത് എനിക്കൊരു ജനറൽ ഐഡിയ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇത് കുറേ കാലം ഇടയ്ക്ക് ആലോചിച്ചു ഇത് ഇപ്പോഴാണോ ഇതിൻ്റെ ഇത് ചെയ്തതിന് കുറച്ച് ഒരുപാട് സാഹസങ്ങളുണ്ട്. ഒന്ന് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. ഇപ്പം സിജുവിൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് ഞാനും പ്രംലാലുമായിട്ട് അതെനിക്ക് കരുതി പ്രംലാല കഥ പറഞ്ഞതല്ല. അപ്പോൾ കഥ പറയുന്ന സമയത്ത് ഈ ആർട്ടിസ്റ്റ് ഇതെങ്ങനെ സ്വീകരിക്കും. കാരണം ഇതെല്ലാം ഘടകമാണ്. നമ്മൾ പറഞ്ഞ സെലക്ഷൻ എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ചൊരു ഇൻഡിപെൻഡൻറ്റ് സെലക്ഷൻ അല്ല. ഒരാളുടെ പോയിന്റ് ഇപ്പോൾ എനിക്കൊരു പടം ചെയ്ത് കളയാൻ തീരുമാനിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു 100-100 ആളുകൾ കൂടി ചേരുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗം മാത്രം അതിലൊരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പടത്തിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റ് വരണം, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വരണം, ഇത്തരത്തിൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള കാര്യം ഇത് റിസീവ് ചെയ്യുന്നൊരു എൻഡിൽ അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ പടം എത്തിക്കുക എന്ന് വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ആലോചിക്കുമ്പോഴാണ് സിജുവിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ട് സംശയമുണ്ട് എന്താണ് സിജുവിന് ഈ സംഭവം 19ാം നൂറ്റാണ്ട് വരുന്നൊരു പടം കഴിഞ്ഞിട്ട് സിജു നിൽക്കുന്ന സമയത്ത് ഇനി സിജു ഈ പടം സെലക്ട് ചെയ്യാനായിട്ട് എന്തായിരിക്കും സാധ്യത, ആർക്കെങ്കിലും അതിൻ്റെ പുറത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറത്തൊരു ഭയം രൂപപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള ആശങ്കകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ സിജുവിന് പറയുന്ന സമയത്ത് സിജു നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണെന്നുള്ളത് വളരെ അല്ല അന്ന് അത് രണ്ടാമത്തെ അല്ല ഞാൻ ആലോചിച്ചിട്ട് പറയാം അങ്ങനെയല്ലായിരുന്നു രാവിലെ പറയാൻ വേണ്ടിയൊന്നുമില്ലായിരുന്നു. അപ്പം അന്ന് സീനോട് ഏതാണ്ട് അല്ലേ നമ്മൾ കഥ പറയുമ്പോൾ ഫുള്ള് വെച്ചാൽ ആദ്യ മധ്യാന്ത രൂപത്തിലാണ് പറയാം. ഏതാണ്ട് ഡ്രാഫ്റ്റ് ആയിരുന്നു വായിക്കുന്നത്. ഡ്രാഫ്റ്റോട് കൂടിയിട്ടാണ് അല്ലേ സ്ക്രിപ്റ്റായിട്ടാണ് ശരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടനുസരിച്ച് അവിടെ വെച്ച് തന്നെ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. പിന്നീട് അതിലൊരു നല്ല പ്രൊഡക്ഷൻ വരുന്നു. അവിടെയുണ്ട് പ്രൊഡക്ഷനും ഈ സിനിമയെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറും കൂടി വേണം. അങ്ങനെയെല്ലാം വേണമായിരുന്നു ഈ സിനിമ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ സെലക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇതിപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് ഒരു പാട്ടാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടിരുന്ന് പാടി അവതരിപ്പിക്കാം, വരയ്ക്കാനാണെങ്കിൽ നമുക്കൊരു പെയിൻറ്റ് ചെയ്യാം. പക്ഷേ സിനിമയെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ ഒരുപാട് ആർട്ട് ഫോമുകളുടെ ബ്ലെൻഡായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ ഇത്തരം ഈ സെലക്ഷനുകളിൽ ഇത്തരം ചില ഹഡിൽസ് ഉണ്ട്. ആ ഹഡിൽസും കൂടി കഴിഞ്ഞു വരുന്നതായിരിക്കും നമ്മളുടെ സെലക്ഷൻ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നൊരു പടം പൂർണ്ണമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പാടായിരിക്കും. സിജുവിന് ഫസ്റ്റ് കിട്ടുന്നൊരു ബ്രീഫിംഗ് എന്താ ക്യാരക്ടറിനെ കുറിച്ച് എന്താ ഹുക്കാവുന്നത് ശരിക്കും പഞ്ചവത്സര പദ്ധതിയിൽ? എൻ്റെ കോണ്ടന്റ് തന്നെയാണ് ഹുക്കാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമ ഇപ്പോൾ പറയേണ്ട ഒരു സിനിമയാണെന്നുള്ളത് കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. സ്ക്രീൻ പ്ലേ നറേഷൻ കേട്ടപ്പോൾ തന്നെ തോന്നി. പിന്നെ എൻ്റെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും അങ്ങനെ അത്ര വലിയ നല്ലവനൊന്നുമല്ല, നന്മയുടെ ഭാരമൊന്നുമില്ലാത്ത നന്മവരൊന്നുമല്ല. ആവശ്യത്തിനുള്ള തൊട്ടിത്തരങ്ങളും പരിപാടികളൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തരം ഇമോഷൻസും ഈ സിനിമയിൽ കൈകാര്യം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണ് പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷയമാണ് അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. സിജുവിൻ്റെ ഒരു പ്രസക്തി ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് സിജു പറഞ്ഞിട്ട് വെച്ചു ഞാനിപ്പോൾ 19 അടിച്ച് ഇങ്ങനത്തെ ഒരു പടം ചെയ്യണമെന്ന് അല്ലേ, അതായത് മൊത്തം നെഗറ്റീവ് അടിച്ച് ഡാർക്ക് അടിച്ച് അങ്ങനെ ഒരുമാതിരി കള്ളനും കുസൃതിക്കാരനുമായിട്ട് മാറി പോകുമെന്നുള്ളൊരു സംഭവം വന്നപ്പോഴേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു സന്ദർഭത്തിൽ
സിജുവിൻ്റെ മനസ്സിൽ പോയ ഒരു ആലോചന വളരെ പിന്നീട് സൂചിപ്പിച്ചിരുന്നു. അവിടെ ഒരു യോദ്ധാവായി നിന്ന് വലിയ യോദ്ധാവ് ഇവിടെ വരുമ്പോഴത്തേക്കും അങ്ങനെ പ്രധാനമായിട്ടും ഈ സിനിമയുടെ പ്രമേയം അത് തന്നെയാണ്. സിജുവിന്റെ ക്യാരക്ടറും അതാണ് എനിക്ക് തോന്നുന്നു. കുറേ ഫേസസിലൂടെ ഈ പറഞ്ഞ പോലെ പല തരത്തിലൊക്കെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് അത്തരത്തിൽ എക്സ്പ്രസീവ് ആകേണ്ടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സട്ടിലായിട്ട് സിജുവിൻ്റെ എനിക്ക് നല്ല വിശ്വാസമുള്ളതാണ്. സിജുവിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ നമുക്ക് ഒരുപാട് വേറെ ക്യാരക്ടേഴ്സ് അതുകൂടി മെൻഷൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ കുഞ്ഞികൃഷ്ണ മാഷ് ചെയ്ത ക്യാരക്ടർ ആയാലും അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് രാഹുലുണ്ട് ഒത്തിരി പൊക്കം. അപ്പോൾ രാഹുലിന് ഈ പടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ്. ട്രെയിലറിലാണ് ത്രൂ ഔട്ട് നിങ്ങൾ രണ്ടുപേരും അതായത് സിജുവിനെ പോലത്തെ ഒരാളുടെ സുഹൃത്താണ് രാഹുൽ. അപ്പം അവിടെ നമുക്ക് അതൊരു അബദ്ധത്തിലും അങ്ങനെ അറിയാതെ സംഭവിച്ച കാര്യമാണ്. നമുക്കത് വേണമായിരുന്നു. ഈ സിനിമയ്ക്കായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് അതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൂടെ വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആക്ഷൻ സീക്വൻസുകളുണ്ട്, നല്ല പെർഫോമൻസിന് കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ വളരെ നല്ല അല്ലേ രസകരമായിട്ട് അത് മാത്രമല്ല ഇപ്പോൾ സജി പറഞ്ഞതിനോട് ചേർത്തിട്ടേ ഇതിന്റെ ഈ സൈസ് വൈസ് ഉണ്ടല്ലോ, ഇതൊരു 3 ഡയമെൻഷൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് ഈ ബിഗർ സൈസ് നമ്മളിപ്പോൾ ഇതിലെല്ലാം കാണുന്ന കലംബാസ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ 6 ഫുട്ട് സിജുവിന്റെ ഒരാൾ അയാളോട് ചേർന്ന് തന്നെ ഒരു മനുഷ്യനായിട്ട് തന്നെ നിൽക്കുമ്പോഴും ചെറുതായി പോകുന്നു എന്ന് പറയുന്ന ഒരാൾ. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി കലമ്പൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ രണ്ടാളും വേറെ ഈ ഒരു ഡയമെൻഷൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് പടത്തിന്റെ അതിൻ്റെ ഒരു ഈവൻ അതിൻ്റെ മൊത്തം അണ്ടർടോൺസിലൊക്കെ കിടപ്പുണ്ട്. താഴെ നിന്നാണ് നമ്മൾ എപ്പോഴും നമ്മളിപ്പം ഒരു ഉയരം കൂടിയൊരു വസ്തുവിന് നമ്മൾ അതിൻ്റെ ഐ ലെവലിലല്ലല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നത് കുറച്ചുകൂടി താഴെ നിന്നായിരിക്കില്ലേ. കുറച്ച് ഈ പടം കുറച്ച് താഴെ നിന്നാണ് ഒരു വിഷയത്തെ കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ളതുള്ളൂ. അപ്പം ആ കാഴ്ചയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം സിജു പറയാം, ഞാനിത് നായകൻ ഇതിങ്ങനെ അങ്ങനെയല്ലായിരുന്നത്. ടോട്ടൽ ഈ പടത്തിൽ വന്ന 8 എല്ലാവരും തന്നെ ആ ഒരു ഈ യാഥാർത്ഥ്യത്തോട് ഉൾക്കൊണ്ടുകൊണ്ടേ വരുന്നത്. ഇതിനകത്ത് ഓരോരുത്തരുടെ സ്പേസിങ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അതിന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇപ്പം രാഹുലിനെ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു കാഴ്ച എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ആ കാഴ്ച. ഇപ്പോൾ കലമ്പൻ നമ്മളിങ്ങനെ കാണുന്നു എന്നൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ ശരിക്കും സിജു പലപ്പോഴും പറയുന്നത് ഇത് ഞാനല്ല നായകൻ, കലംബാസുരനാണ് നായകൻ എന്ന് പറയുന്നത്. അതെ, ട്രെയിലറാണ് പോസ്റ്ററിലൊക്കെ ആണെങ്കിൽ കലംബാസുരനാണ് നമ്മളെല്ലാം ലോക്കായി നിൽക്കുന്നത്. എല്ലാവരും ക്യൂരിയോസിറ്റി അതായിരിക്കുമല്ലോ, എന്താണ് കലംബാസുരൻ, ആരാണ് കലംബാസുരൻ, ശരിക്കും കലംബാസുരൻ മിത്താണോ? കലംബാസുരൻ മിത്താണോ അല്ലയോ എന്നതിൻ്റെ അക്കപ്പുറത്ത് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു രക്ഷകൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനോട് എപ്പോഴും നമ്മൾ പൊരുത്തപ്പെട്ട് നിൽക്കുന്നതാണ്. അത് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു പ്രദേശത്തിന് വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ ഒരു രക്ഷകൻ എന്നുള്ള കൺസെപ്റ്റ് ആവും. ചിലത് രാജ്യത്തിൻ്റെ ആഗോള എന്താ പറയുക രക്ഷകൻ എന്നുള്ളതാവും. അപ്പോൾ നമ്മൾ കലംബാസുരനെ കുറിച്ച് പറയുന്നത് സർവ്വരാജ്യ രക്ഷകൻ എന്നാണ്, സൗരയൂഥ പാലകൻ എന്നാണ് മുദ്രാവാക്യം. അപ്പോൾ ഈ ബിഗർ ഒരു സ്കെയിലിംഗ് ഉണ്ട്. പ്രത്യേകിച്ചും ഏതൊരു മനുഷ്യനും അയാൾക്ക് ചുറ്റുവട്ടത്തുള്ള അയാളുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ ഹീറോ ആയി മാറുന്നു എന്ന് പറയുന്നതാണ് അയാളുടെ അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരുപാട് നമ്മൾ മറ്റേത് മേഖല എടുത്താലും ഇപ്പോൾ ഈ ആൾദൈവങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുള്ള ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരാൾ ദൈവത്തിൻ്റെ ഒരു ഫാന് മറ്റൊരാൾ ദൈവത്തെ ഇഷ്ടമായിരിക്കില്ല. അത് പുള്ളി സത്യമല്ലെന്ന് പറഞ്ഞു പറയും. എന്നാൽ മറ്റൊരാളുടെ ഫാൻ ഇങ്ങോട്ടും പറയും എൻ്റെ ആളാണ് ശരിയല്ലെന്ന് പറഞ്ഞാൽ. അപ്പം ഇതാണ് സ്വന്തം ഹീറോ ഒഴിച്ച് ബാക്കി ഒരു ഹീറോയും സമ്മതിക്കാത്ത ഒരു ലോകവും മനുഷ്യരൊക്കെ ഉണ്ട്. ഇത് ഹിപ്പോക്രസിയുടെ അങ്ങേയറ്റാണ് നമ്മുടെ ലോകത്തിന്റെ. അതെ, ഈ ഹിപ്പോക്രസിയുടെ പല എലമെന്റ്സ് നമ്മൾ ഈ പടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയില്ലേ ഈ അവനവനിലേക്ക് ടോർച്ചടിക്കുക എന്ന് പറയുമല്ലോ, ആ പരിപാടി ഉണ്ട് ഈ പടം. ഈ പടത്തിന്റെ ഒരു ടോട്ടാലിറ്റി തന്നെ എനിക്ക് തോന്നിയത് അത്തരത്തിലാണ്. നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ മുഖത്തേക്കല്ല, അവനവന്റെ ഉള്ളിലേക്ക് നമ്മൾ അവനവന്റെ ഹൃദയത്തിലേക്ക് അടിച്ചു കൊടുക്കുന്ന ഒരു ടോർച്ചിന്റെ ഒരു ഇമ്പാക്ട് ഈ സിനിമ ഉണ്ടാക്കുന്നുണ്ട് തോന്നുന്നു. ചില ചോദ്യങ്ങളും ഇപ്പോൾ നമ്മൾ പേപ്പറുകളിൽ കാണുന്നത് അല്ലെങ്കിൽ ടി വിയിലൊക്കെ ചില ക്ലിപ്സ് കാണാം. 500 രൂപ കൈക്കൂലി കൊടുത്ത വില്ലേജ് ഓഫീസറെ പിടിക്കുകയും കൈ കൊണ്ടുവന്ന് മുക്കി പരിപാടി. ലോകത്തെ ഏറ്റവും വലിയ കറപ്ഷൻ അതാണോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അപ്പുറത്തെ ഏറ്റവും വലിയ കറപ്ഷനിൽ നമ്മളും കൂടെ അറിഞ്ഞ് പങ്കാളിയായിട്ട് നടക്കുന്നത് വേറെ ചില സിസ്റ്റംസ് ഉണ്ട്. അത് പക്ഷെ നമ്മൾ അറിയില്ല, അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അത് കറപ്ഷൻ ആണെന്ന് പോലും നമുക്ക് തോന്നുന്നു പോലുമില്ല. നമ്മളൊരു ഭാഗമാവുന്നുണ്ട് പല സമയങ്ങളില്. അപ്പൊ ഇതൊക്കെ ഈ എലമെന്റ്സ് ഒക്കെ ഈ സിനിമ പല വിധത്തിൽ കടന്നു പോകുന്നുണ്ട്. ഒരു നമ്മൾ പറയില്ലേ വാച്ച് ഡോഗ് എന്ന് പറയില്ലേ, നമ്മുടെ പടത്തിൽ ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ എലമെന്റുകൾക്കും ഓരോ ഇതിൽ ഉപയോഗിക്കപ്പെട്ടുള്ള ഓരോ വസ്തു ചിലപ്പോൾ ഒരു പക്ഷേ അതെങ്ങനെ ഇതിപ്പോൾ
നമ്മൾ ചെയ്തിട്ട് വെടി വെച്ചിട്ട് ടോന്ന് ഒച്ചയിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മൾ കൊടുക്കും, അത് പ്രേക്ഷകരെ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ജയിക്കുന്നത്. അപ്പോഴാണ് പ്രേക്ഷകർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യത. പിന്നെ നമ്മൾ വെച്ചാൽ നമ്മളുടെ ഒരു സ്യൂഡോ, ഇപ്പോൾ പ്രമലാൽ പറഞ്ഞ പോലെ നമ്മൾ സ്വയം ടോർച്ചടിക്കേണ്ടി വരും. നമ്മളുടെ ഒരു സ്യൂഡോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്നൊരു സ്വയം തീരുമാനത്തിൻ്റെയും കൂടി ഭാഗമായിരിക്കും. ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആണ് നമ്മൾ. ഇത്രയും വലിയ രൂപത്തിൽ നമ്മൾ അഭിമാനത്തോടെ നമ്മൾ കേരളം എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച കൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ പോയിട്ട് സാത്താൻ സാഹിബ് 2-3 പേര് അവരല്ല കൈ മുറിച്ചിട്ട് മരിക്കുന്നത്. ഇത് നടക്കുന്നത് കേരളത്തിലാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് കപ്പിള് പോയിട്ട് അവർ വരിക. ഇത് നടക്കുന്നത് എന്താണ്? ഏറ്റവും നമുക്ക് ഏറ്റവും പ്രാകൃതം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സംഭവം നടക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അത് നമ്മൾ പറയുന്ന വേറെ ഒരിടത്തും തന്നെ നടക്കും. 2 വർഷം മുന്നേ നരബലി നടന്ന സ്ഥലം നമ്മുടെ ഇവിടെ നടന്നതാണ്. അപ്പം നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞ ആൾദൈവങ്ങളുടെ എലമെന്റ് മറ്റേ കാര്യം പറയാൻ ദൈവങ്ങളുടെ സംഭവം ഇത് നമുക്ക് ഒരു 80% ഉറച്ച വിശ്വാസത്തിൽ ഇതൊക്കെ അബദ്ധമാണെന്ന് അറിയാം. പക്ഷേ എവിടെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നത് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ലേ? ഒരു ഫാക്റ്റ് അല്ലേ? അപ്പം ഇത്തരം നമ്മുടെ ചില ആങ്സൈറ്റീസോ അല്ലെങ്കിൽ ചില എക്സൈറ്റ്മെന്റ്സോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ തരത്തിൽ പലർക്കും ഇതൊരു ആശ്രയമായിരിക്കാം. അതെ, ഇവരെ ഭയത്തെ യൂസ് ചെയ്യുന്നതായിരിക്കാം. അപ്പം എവിടെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആശ്രയം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഭക്തി എന്നുള്ള എലമെന്റ് പോലും ഉപയോഗിക്കുന്നത്, വാക്കുപോലും ഉപയോഗിക്കുന്നത്. പക്ഷേ പകരം ഒരു ആശ്രയം എവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എവിടെയാണ്? നമ്മളുടെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ ഒരു അനാർക്കി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് മുകളിൽ മറ്റൊരാളുണ്ടെന്ന് സങ്കല്പിക്കേണ്ടി വരും. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും ശക്തികളോ നമ്മളുടെ പ്രശ്ന പരിഹാരത്തിന് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കലബാസിൻ്റെ അടുത്ത് പോവില്ല. നമുക്കവിടെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണ്. അപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ടോർച്ചടിച്ച് നോക്കേണ്ടത് നമ്മളിലേക്കാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ആ നോക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ചില കലംബാസുരന്മാരൊക്കെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനത് ഇപ്പം അല്ല, അത് ഞാൻ വിട്ടുപോയി. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ശ്രീനേട്ടൻ്റെയൊക്കെ സിനിമകൾ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞ ഈ ടോർച്ചടിക്കൽ പരിപാടി പുള്ളി നമ്മൾ മലയാളിയെ കൂടുതൽ ശീലിപ്പിച്ച ആളാണ്. അപ്പം അങ്ങനെയുള്ളൊരു പുള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിനാരിയോയിലേക്ക് നമുക്ക് ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്, അല്ലേ? പക്ഷെ ഈ പറയുന്ന പോലെ നമ്മളിലേക്ക് ടോർച്ചടിക്കുന്ന ഒരു പരിപാടി കാണിച്ചു തന്നിട്ടുള്ള, അപ്പൊ എഴുത്തിലാണെങ്കിൽ അത് ബഷീറാണ്, വൈക്കം മുഹമ്മദ് ബഷീറാണ് ആ ചെയ്തിട്ടുള്ള ഒരാൾ. സിനിമയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു വേറെ ആരും ഇല്ലെന്നോ. സിനിമയൊക്കെയാണ് ഇപ്പം ശരിക്കും പറയും. ഒരിക്കലും ഇത് ഇനി അതുകൊണ്ട് കമ്പയർ പറയാം. ഇപ്പം പഞ്ചവടി പാലം പോലത്തെ ഒരു സാധനം 2 സ്റ്റോപ്പ് 4 സ്റ്റോപ്പ് മേളിൽ വേറൊരു ഇത് ചെയ്തത്. പക്ഷെ എത്ര സർക്കാസ്റ്റിക്കലായിട്ടാണ് ആ പടത്തിൽ ജോർജ് സാർ അത് ആ വിഷയം കൊണ്ട് പ്രസന്റ് ചെയ്ത് വെച്ചത്. ഭയങ്കര അതിമനോഹരല്ലേ ആ ഒരു സാധനം. എന്നും അതിന് കാലം ഒരു വിഷയമല്ല, കാലത്തെ അതിജീവിച്ചത് ഇങ്ങനെ പൊക്കോണ്ട് കിടക്കുക. ഇപ്പോഴും അത് നമുക്ക് നോക്കിയറിയാം. ഇപ്പം അത് യൂട്യൂബിലും ഒക്കെ കിടക്കുന്ന സമയത്ത് അതിൻ്റെ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പം എവിടെയോ ആളുകൾ പരതി പോയി തിരിച്ചു പോയി കണ്ടുപിടിച്ച് കാണുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. അവിടെയാണല്ലോ അതിൻ്റെ വിജയം. അതിൻ്റെ ഒരു CD അവൈലബിൾ ഉള്ള, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഫിലിം പ്രിന്റ് പോലും അവൈലബിൾ ആണെന്ന് അറിയില്ല. ടെലികാസ്റ്റിംഗ് വളരെ കുറവായതുകൊണ്ട് കാണാൻ സാധ്യതയില്ല. പക്ഷേ എന്നിട്ട് അതിനെ തെരഞ്ഞു പോകുന്നതിൻ്റെ കാരണം അത് എന്താ പ്രശ്നം എന്താണ്? പഞ്ചവടിപ്പാലത്തിൻ്റെ കഥ പറഞ്ഞ സമയത്ത് നിന്ന് കാലം കുറെ കടന്നുപോയി, ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. പക്ഷേ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പ്രശ്നവും സമൂഹവും പഞ്ചവടിപ്പാലം മുന്നോട്ട് വെച്ച വിഷയം അവിടെ നിൽക്കുക. ഇപ്പൊ നമ്മൾ ഈ പഞ്ചവടിപ്പാലം പോലൊരു അത്ര ഒരു ക്ലാസിക് അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഒരു ചിന്ത, ഒരു പടത്തിന്റെ ആദ്യ റൗണ്ട് ചിന്തകളിൽ തന്നെ നമ്മൾ ഇതിനൊരു കാരിക്കേച്ചർ സ്വഭാവത്തിൽ ഷൂട്ട് ചെയ്യേണ്ട സിനിമ അല്ലാന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം കാരിക്കേച്ചർ സ്വഭാവത്തിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ എക്സ്ട്രീം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. നമ്മളിത് വളരെ റിയലിസ്റ്റിക് ആയിക്കൊണ്ട് തന്നെ ഈ വിഷയത്തെ എന്നാൽ ഈ പറയുന്ന ഒരു സറ്ററിക്കൽ അപ്രോച്ചിൽ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് കാണാൻ കുറച്ചുകൂടെ ഈ സിനിമ അങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. കാരിക്കേച്ചറിന്റെ ആ ഒരു സ്വഭാവത്തിന് അപ്പുറത്ത് വളരെ റിയലിസ്റ്റിക് ആയ ഈ നമുക്കിടയിലൊക്കെ ജീവിക്കുന്നു, എന്നാൽ ഒരു പക്ഷെ നമ്മുടെ കൺവെട്ടത്ത് ഉണ്ടായിട്ടും പെട്ടുപോകാത്തിരിക്കുന്ന ചില മനുഷ്യർ, അപ്പോൾ അവരുടെ അടുത്തേക്കുള്ള ഒരു യാത്ര ഇതിനകത്ത് നടക്കുന്നുണ്ട്. സിനിമയുടെ ജീവിത പരിസരവും അതിൻ്റെ ഒരു സാമൂഹ്യ പരിസരവും ഒക്കെ അതാണ്. ചുറ്റും ഉണ്ടായിട്ട് നമ്മുടെ കണ്ണുവിടാതെ പോകുന്ന ചില മനുഷ്യർ അവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. വളരെ സജീവമായിട്ട് ഒരു സിനിമയുടെ മൊത്തം എൻ്റെ ആ കോർ പോയിന്റിൽ അവരുണ്ട്. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് എന്നുള്ളതേ നമ്മളിപ്പം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൊളിറ്റിക്സ് എന്നൊരു സംഭവത്തിൻ്റെ ഡെഫിനിഷൻ അല്ലല്ലോ. നമ്മൾ പറയുന്ന കക്ഷി രാഷ്ട്രീയം എന്നുള്ള ലെവലിലല്ല നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇഷ്യൂ പൊളിറ്റിക്സ് ആണ്. വായുവിൻ്റെ ഇഷ്യൂ പൊളിറ്റിക്സ് ആണ്.
പൊള്യൂഷൻ എന്ന് പറഞ്ഞാൽ പൊള്യൂഷൻ പൊളിറ്റിക്സ് ആണ്. അത് അതിന് പൊളിറ്റിക്സിന്റെ ഡെഫിനേഷൻ അതിന്റെ പരിധിക്കകത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടി. അതിൽ അവകാശങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, ഡയമെൻഷൻ ഉണ്ട്. അപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പൊളിറ്റിക്കൽ എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന്റെ എല്ലാ സന്ദർഭവും നമ്മൾ ആലോചിച്ച് ആക്ച്വലി ഈ പടം എന്താണ്, എന്താണ് എന്താണ് ഇതിന്റെ ഒരു ജോണർ പറയാൻ പറഞ്ഞത് എന്ത് പറയുന്നുള്ളായിരുന്നു നമ്മുടെ ഇത്. അപ്പോൾ നമ്മൾ അതിന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഈ സോഷ്യോ പൊളിറ്റിക്കൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലായിരിക്കും അതിനെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യാൻ എളുപ്പം എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അത്തരം ഒരു ഓഡിയൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓഡിയൻസിന് നമ്മൾ തിയേറ്ററിലേക്ക് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പാൻഡമിക് ഇതിൻ്റെ ഇപ്പോൾ ആർട്ട് വലിയ പ്രധാനപ്പെട്ട ഒരു വർക്കുണ്ട്. എൻ്റെ ആർട്ട് വളരെ സാഹസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ഉണ്ട്. സിനിമാറ്റോഗ്രാഫി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു വിഷ്വൽ ആണ് എന്നുള്ള കുറച്ച് വിശ്വാസത്തിലാണ് നമ്മൾ തിയേറ്ററിലേക്ക് കാണണം. സജി പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു വാക്ക് പലപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ വളരെ തെറ്റായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഉടനെ കുടിപിടുത്തവും മുദ്രാവാക്യങ്ങളും അതൊന്നും വേണമെന്നല്ല. അതില്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് ഏറ്റവും വലിയൊരു രാഷ്ട്രീയം പറയുന്ന ആളാവാൻ പറ്റും. അത് നമ്മുടെ നിലപാടാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അത് പക്ഷെ ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വളരെ ഉന്നതമായിട്ടൊക്കെ ചിന്തിക്കുന്നത് വിചാരിക്കുന്ന ചില ആളുകൾ പോലും, അല്ലെങ്കിൽ പലപ്പോഴും സമൂഹത്തിൻ്റെ ഐക്കൺസ് ആയിട്ട് പോലും പലരും കാണുന്ന യൂത്തൊക്കെ കാണുന്ന ആൾക്കാർ പോലും ചിലയിടത്ത് വന്നിട്ടൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ അയാളുടെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട, അയാളുടെ അയാൾ നല്ലതാണെങ്കിൽ അങ്ങേർക്ക് വോട്ട് ചെയ്യാൻ. പക്ഷെ ഈ ചോദ്യം ഈ ഉത്തരം എന്തുമാത്രം അപകടകരമാണ്. ഈ പറഞ്ഞ വളരെ ഏറ്റവും റോങ് ആണ് ഇത്. പക്ഷെ അതായത് ഇവരിവിടെ നിന്ന് നമ്മൾ എവിടെ നിന്നായാലും ജയിച്ചു പോയി കഴിഞ്ഞാൽ നിയമസഭയായാലും ലോക്സഭയായാലും എവിടെയായാലും അവിടെ ചെന്നിട്ട് എന്തിനു വേണ്ടി കൈ ഉയർത്തും എന്ന് പറയുന്നതാണ് ചോദ്യം. അവിടെ ഞാൻ വ്യക്തിപരമായിട്ട് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞാൽ എന്ത് പ്രസക്തി ഉണ്ട്? അത് ഏതോ അടുത്തൊരു ആളുടെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറയുന്നത്. അതായത് നിങ്ങളുടെ നിലപാടുകൾക്ക് അപ്പുറത്ത് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾ മികച്ചവനാണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ മലയാളിയെ സംബന്ധിച്ചുള്ള മുൻനിർത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാവും. പ്രളയകാലത്ത് നമ്മൾ വല്ലാത്തൊരു സപ്പോർട്ടിങ് ഒരു സിസ്റ്റം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് പ്രളയം കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴുകി തീർന്നു കഴിഞ്ഞ് വീണ്ടും മലയാളി എവിടേക്ക് മെല്ലെ പഴയ ബാരിയറുകളൊക്കെ വീണ്ടും എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ അടുത്തൊരവസ്ഥയിൽ വീണ്ടും എനിക്ക് തോന്നുന്നത് അപ്പുറത്തെ വീട്ടിൽ പ്രളയം വന്നാലും പെരുമ്പാമ്പ് വന്നാലും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാതെ സ്വന്തം അടുക്കളയിൽ ഉപ്പേരി വറുക്കുന്ന മനുഷ്യരുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ആക്ച്വലി നമ്മളിതിൽ വളരെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ക്ലൈമാക്സിൽ ഒരു ഷോട്ട് പോലും വെച്ചിട്ടുണ്ട്. ഒരു ഉപ്പേരി വറുക്കുന്ന നമ്മൾ വെച്ചിട്ട് പോലുണ്ട്. അത് വളരെ ഇങ്ങനെ ഒരു സിനിമയിലേ പറ്റുള്ളൂ. ഒരു സറ്ററിക്കൽ പരിപാടിയിൽ അതിലേ നടക്കുള്ളൂ. അപ്പം അതിനെ സൂചിപ്പിക്കാന്നുള്ളതാണ് പറയുന്നത്. അപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സിൻ്റെ ഈ പറഞ്ഞ പോലെ കൊടികൾ കാണിക്കാതെ തന്നെ മനുഷ്യൻ്റെ നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് നമുക്ക് അത് സംസാരിക്കാൻ പറ്റും, അല്ലേ? അതെ. നമ്മൾ വ്യക്തിപരമായിട്ട് ഈ അരാഷ്ട്രീയം എന്ന് പറയുന്ന അതിനോടാണ് നമുക്ക് വിയോജിപ്പ്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അരാഷ്ട്രീയത ഉണ്ടാക്കുന്ന ഒരു അപകടമാണ് അത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഏറ്റവും സെൽഫ് സെൻറ്റേഡ് ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ മാറി. നമ്മളിങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് ചെറിയ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒതുങ്ങി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും സെൽഫ് സെൻറ്റേഡ് ആയിട്ട് മാറുക. ഞാൻ എപ്പോഴും ആലോചിക്കാറുന്നത് ഇനി ഒരു നക്സൽ മൂവ്മെൻറ്റ് പോലത്തെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടാവുമോ? നമുക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് പൊരുതിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഇനി സ്വപ്നം കാണേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഞാനടക്കം നമ്മൾ കുറേ സെൽഫ് സെൻറ്റേഡാണ്. നമ്മളിലേക്ക് മാത്രം ചുരുങ്ങി കൂടി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ഇതിനെ അതിജീവിക്കുന്ന ചില ഷോർട്ട് കട്ടുകൾ ചിലപ്പോൾ സിനിമ കാണും. ഇത്തരം പരിപാടികളെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ചില ഷോർട്ട് കട്ട്സ് ഉണ്ട്. അത്തരം ഷോർട്ട് കട്ട്സുകൾ നടക്കുന്നുണ്ടാവാം. പിന്നെ കൂടുതൽ എല്ലാവരും ഈ ഇൻഡിവിജ്വൽ സ്പേസിലോട്ട് മാത്രം ഒതുങ്ങുകയാണല്ലോ. ഇപ്പൊ പറഞ്ഞ ഇപ്പോൾ ഒരു രംഗതേ വസന്തിയോ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് മുന്നോട്ട് വയ്ക്കുന്ന സിനിമകൾ ഇനിയുള്ള ജനറേഷൻ അത് പോസിബിൾ ആണോ, അത് കാണാൻ താല്പര്യം ഉണ്ടെന്ന് പോലും അറിയാത്തൊരു സിനാരിയോ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇതിപ്പോൾ അവിശ്വസനീയമായ ഒരു സംഭവത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. എനിക്കിത് വ്യക്തിപരമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഔദ്യോഗിക ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു എലമെൻറ്റിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ ചില നമ്മളുടെ ആശയപരമായ ആഗ്രഹങ്ങളും പിന്നെ അങ്ങനെ ഒരു ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ആദ്യം പറയാം സെലക്ഷനെ പ്രശ്നം പോലെ. ഇപ്പോൾ പ്രേംലാലിനെ പോലത്തെ ഒരാളോട് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കത് പറയില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്ന സിജുവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിന് കൊണ്ടൊരു തീരുമാനം സിജു നിൽക്കാം, നമ്മുടെ കൂടെ നിൽക്കാന്ന് പറയുന്നതിലും ആ ഒരു തീരുമാനം ഉണ്ടാവും. സെലക്ഷൻ
പറ്റി പറയുമ്പോൾ ഈ പറഞ്ഞ ആളുകളെ പിക്ക് ചെയ്യുന്നിടത്തും അതിലുണ്ട് അത്. ആ ഒരു സാധനം കൂടി നമുക്ക് വളരെ ഡിസിഷൻ മേക്കിംഗ് മുതലേ സെലക്ഷന്റെ പ്രോസസ്സാണ്. സിജുനോട് ചോദിക്കുകയാണെങ്കിൽ ഈ മറ്റേ 19 സമയത്ത് പറഞ്ഞിരുന്നു എന്തായിരുന്നു, നായകനായി സിനിമ ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി തുടങ്ങുന്ന സമയത്താണ് വരയം വരുന്നത്. അവിടെ നിന്ന് 19 വരുന്നു. പിന്നെ ഇപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയിലോട്ട് എത്തുന്നു. ഈ ഒരു സിനിമ ഷോൾഡർ ചെയ്യാന്നുള്ളത്, അതിൽ എൻഡ് ഓഫ് ദി ഡേ ആളുകൾ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ ഇതിൽ ലീഡ് ചെയ്യുന്നത് ആരാണ് സിനിമയുടെ നായകൻ ഒക്കെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എത്രമാത്രം നമ്മൾ കണ്ടന്റ് കിങ് എന്ന് പറയുമ്പോഴും ഇതിന് ഭയങ്കരമായ പ്രാധാന്യം ഇവിടെ സൊസൈറ്റിയിലുണ്ട്. ഒരു സിനിമ ഷോൾഡർ ചെയ്യുന്നതിലെ ഒരു ആക്ടർക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റിയുടെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ടെൻഷൻ ഫാക്ടേഴ്സ് ഉണ്ടോ ശരിക്കും? ഞാനതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാറുള്ളതാണ്. കാരണം അതാണ് 19 നൂറ്റാണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നാണ്. എൻ്റെ അടുത്ത് എൻ്റെ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ട് സാർ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്നുള്ളത്. 19 നൂറ്റാണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്? ഒരുപാട് പേരുടെ അടുത്തേക്ക് പോയായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്ന്. സാർ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ, അതായത് ഫൈറ്റ് ആറിനുണ്ട്, ഇത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതിന് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യേണ്ടി വരും, ഹോഴ്സ് റൈഡിങ് ഇതെല്ലാം പഠിക്കേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഒറ്റയടിക്ക് പറയുന്ന കാര്യം തന്നെ, ഞാൻ റെഡിയാണ് സാർ, ഞാൻ തയ്യാറാണ് സാർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ അയ്യോ അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനത്തെ ചിന്തയൊന്നും പോകുന്നില്ല. എനിക്ക് ആ കേട്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇതെങ്ങനെയെങ്കിലും ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഫീല് വരുന്നത്. അപ്പോൾ അതിലങ്ങനെ ഒരു ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു ചെയ്ത് കഴിഞ്ഞിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള അതായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ഏത് തരത്തിലുള്ള സിനിമകളാണ് ഇപ്പൊ എടുക്കുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം ആ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിന്റെ ബേസ് ലൈൻ എന്ന് പറയുന്നതിന് ഒരു കാമ്പുള്ള കഥയാണ്, അല്ലെങ്കിൽ കാമ്പുള്ള ഇപ്പോൾ ആവശ്യമുള്ള ഒരു സിനിമയാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ അവസാനമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ സിനിമ മാറുന്നു, സിനിമയോടൊപ്പം പ്രേക്ഷകരും കൂടെ കൂടുന്നു. മൊത്തത്തിൽ നമ്മുടെ സിനാരിയോയില് സിനിമ കാണുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു തിയേറ്ററിലോട്ട്. ഇവരെല്ലാം ഈ നിറഞ്ഞ ഈ ഹൗസ്ഫുൾ ഷോ ബോർഡുകൾ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് എല്ലാ തിയേറ്ററുകളിലും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനാരിയോയില് പഞ്ചവത്സര പദ്ധതി പോലൊരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് റൈറ്റർ, ഡയറക്ടർ, നിങ്ങളുടെ ഈ പറഞ്ഞ പ്രതീക്ഷകൾ എന്തായിരിക്കും ഈ സിനിമയിൽ? ഇതിൽ നമുക്ക് കൺസേൺസ് ഉണ്ട്, സീരിയസ്ലി കൺസേൺസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പടത്തിൻ്റെ ഇതൊരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിഷ്വലാണ്. തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമയാണ്. പറയുന്ന വിഷയത്തിന് നമുക്ക് ഈ കാലവുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ കഴിയുന്നതാണ്. എൻ്റർടൈനറായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഫാമിലിക്ക് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം രാഹുലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചെറിയ മനുഷ്യന് ഉണ്ടാവില്ല, ഒരു ഗ്രാമത്തിൽ ചെറിയ മനുഷ്യൻ കാണാതിരിക്കില്ലല്ലോ. ഇപ്പോൾ സിജുവിൻ്റെ ക്യാരക്ടർ നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വ്യത്യസ്തമായിട്ട് ആണെങ്കിൽ 2 അമ്മയുള്ള ഒരമ്മയുടെ മകനാണ് അച്ഛൻ. 2 കല്യാണം കഴിച്ച അച്ഛൻ്റെ 2 മക്കളുള്ളതിൽ ഒരു അമ്മയുടെ മകനാണ് ഇത്. അതിൽ 2 അമ്മമാരെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ല ഒരുപോലെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് സിജുവിൻ്റെ വരുന്നത്. അപ്പം നമുക്ക് കുടുംബമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലോ അതിൻ്റെ അപ്പുറത്തൊക്കെ കാണാൻ സാധ്യതയുള്ള കുറേ ആളുകൾ സിനിമയിലുണ്ട്. അത് റിലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ കാണാതെ പോകുന്ന ചില ആളുകളും ഉണ്ടാവും. അവരെയും ചിലപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും. നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടില്ല, മാർജിനൈസ് ചെയ്യപ്പെട്ടില്ല, അങ്ങനെ പോകുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണാനും കൂടി ഒരു സ്പേസ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റിക്വസ്റ്റാണ്. നമ്മളിത് ഓഡിയൻസിനോട് വയ്ക്കുന്ന റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് ഡയറായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. ആ അറ്റംപ്റ്റിൽ ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ വരിക, ആ പടം, ഇതിൻ്റെ ഡേറ്റ് തന്നെ വളരെ റെലവൻ്റാണ്. 26 ഇലക്ഷൻ ഡേയിലാണ്. അതിപ്പോൾ നമ്മുടെ ഒരു 5 വർഷം നടക്കുന്ന ഒരു ജനാധിപത്യ ഉത്സവത്തിൻ്റെ ദിവസം നമ്മൾ ഈ സിനിമ കൊണ്ടുവരുന്ന സമയത്ത് ആ ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അത്തരം കാര്യങ്ങളിലല്ല ഭയമുള്ളത്. നമ്മളിപ്പോഴും നമ്മൾ ആവശ്യം എന്ന് വെച്ചാൽ ആ ഓഡിയൻസിലേക്ക് പടം എത്തണം. അതിനെന്ത് വേണം? തിയേറ്ററിൽ വരിക തന്നെ വേണം. ആ തിയേറ്ററിൽ എത്തും അത്തരത്തിലുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് പലപ്പോഴും പല കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പടത്തിന് ആ ഓഡിയൻസ് തിയേറ്ററിൽ എത്തും. ഫാമിലി ആണെങ്കിലും ഇതിനെ. പിന്നെ രണ്ടാമത്തെ കാര്യം അഡ്രസ്സ് ചെയ്യേണ്ട, സ്പെഷ്യലായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട യൂത്തിനാണ്. നമ്മളുടെ മെയിനായിട്ട് നമ്മളിപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണെങ്കിലും പ്രളയത്തിൻ്റെ സമയത്താണെങ്കിലും
കേരളത്തിൻ്റെ എനർജി അല്ലെങ്കിൽ കേരളത്തിൻ്റെ യൂത്തിൻ്റെ എനർജി എന്താണെന്നുള്ളത് കണ്ടിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും സ്വിച്ച് ഇട്ടിട്ട് ഓപ്പറേറ്റ് ചെയ്ത് വന്നതല്ല. ഓരോരുത്തർക്കും ഞാനിത് ഉണർന്ന് ചെയ്യേണ്ട സമയമാണ്, ഞാൻ പ്രവർത്തിക്കേണ്ട സമയമാണെന്ന് സ്വയം ബോധത്തിൽ വന്നില്ല. ഞാൻ അന്ന് ഗവൺമെൻറ് ഓഫീഷ്യലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ എൻറോൾ ചെയ്യാനായിട്ട് നമ്മുടെ വോളണ്ടിയറായിട്ട് എൻറോൾ ചെയ്യാനായിട്ട് വരുന്നത് അവരെ മാനേജ് ചെയ്യാനായിരുന്നു, അവരെ എൻറോൾ ചെയ്യാനായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു യൂത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ശേഷിയുള്ള ഒരു വളരെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഒരു ജീവിതത്തെക്കുറിച്ച് നല്ല സെറ്റിൽ ഡൗൺ ആയിട്ടുള്ള ഒരു വിഭാഗം. അത് ഇപ്പോൾ ഒരു 50 വയസ്സിന് അങ്ങോട്ട് പോകുന്ന ആളുകൾ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാ തരത്തിലും ജീവിതത്തിലും സമൂഹത്തിലും ഇടപെട്ട് പോകുന്നൊരു വിഭാഗം. ഇത്തരം എല്ലാ വിഭാഗങ്ങളെയും ക്യാറ്റർ ചെയ്യാനുള്ള കണ്ടന്റ് ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന തരത്തിലുള്ള ഓഡിയൻസിന് എന്നുള്ള രീതിയിലല്ല ഈ പടം ചെയ്തിട്ടുള്ളത്. ഇതിൽ ബേസിക്കലി അടിയും ഇടിയും എല്ലാം ഉള്ള സിജിൻ്റെ നല്ല ഒന്നാം തരം ഫൈറ്റുള്ള അല്ലേ, ഒന്നാം ഫൈറ്റുള്ള ഒരു എൻ്റർടൈനർ പാക്കേജ്, ചെറിയ തമാശകളോ അവിടെ ഇവിടെയൊക്കെ ചെറിയ തമാശകളോ അല്ലെങ്കിൽ ചെറിയ സർക്കാസ്റ്റിക്കലായിട്ടുള്ള എലമെൻറ്റുകളോ ഒക്കെ വരുന്ന രീതിയിലൊരു പാക്കേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റർടൈനർ അറ്റ് എ സെൻസ് അത് എൻ്റർടൈനറാണ്. അതുപോലെ തന്നെ ഇതൊരു ഒരു വേറൊരു തരത്തിൽ കണ്ടന്റ് പറയാനുള്ള ഞങ്ങളുടെ ശ്രമമാണ്. അതുകൊണ്ട് തന്നെ 26-ന് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക എന്നുള്ളതാണ്. അത് തിയേറ്ററിൽ കാണുക എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, കാരണം നമ്മൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തു. അത് ചെറിയ കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഒരു സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് വീറാക്ടർ എന്ന് പറയുന്ന തമിഴിലൊക്കെ വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഡബിൾ ക്യാം വെച്ചിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഈ കലമ്പൻ്റെ ഒരു സ്റ്റാച്യു എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ കോസ്റ്റിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു അതിൻ്റെയൊക്കെ സ്റ്റാച്യു ഒക്കെ ഡിസൈൻ ചെയ്ത ആളാണ് ചെന്നൈയിൽ നിന്ന് വന്നിട്ട്. ഞാൻ ആ പടത്തിൻ്റെ പേര് പറയാത്തത് അത് അത്രയും വലിയ പടമായതൊന്നും അതിൻ്റെ റേറ്റ് അങ്ങനെ കമ്പാരിസൺ വരണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരാളെയൊക്കെ വെച്ചുകൊണ്ട് നമ്മളത് ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടാലിറ്റി ഇപ്പോൾ സജി പറഞ്ഞതുപോലെ എല്ലാ ഇമോഷൻസിനെയും കടന്നു പോകുന്ന ഒരു പടമാണ്. യൂത്തിനെ തൊടുന്ന തരത്തിലുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഫാമിലി ഓഡിയൻസിനെ നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരാവുന്ന അവരൊക്കെ ചുറ്റുമുള്ള മനുഷ്യർ നമ്മുടെ തന്നെ സ്വന്തം ജീവിതത്തെ നമുക്കൊന്നുകൂടെ വീണ്ടും കണ്ടെടുക്കാനോ അല്ലെങ്കിൽ കാണാതെ പോയതിനെ വീണ്ടെടുക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചില സീക്വൻസസ് ഉണ്ട്. പിന്നെ ഒരു ചരട് മുറിയാതെ പോകുന്ന ഒരു നരേറ്റീവ് പാറ്റേൺ ടോട്ടലി പടത്തിനകത്തുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് പോകുമ്പോൾ ഒരു മനുഷ്യർ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു മലയാളിക്ക് വളരെ എളുപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റപ്പെടുന്ന ഒരു സാധ്യമാകുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ്. നമ്മൾ വലിയ ഒരു തള്ളിനുമില്ല, ഒരു സാധാരണ മലയാളിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ്. ഒന്ന് കണ്ടു നോക്കട്ടെ, അവർ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടെ, അതിനുശേഷം എന്തോ അഭിപ്രായം പറഞ്ഞോട്ടെ അല്ലേ. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇപ്പോൾ ആവശ്യമുള്ളൊരു പ്രമേയം കൂടിയാണ്. ഒരുപാട് ഇപ്പോൾ യൂത്ത് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്, എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടും. ചർച്ചയിൽ ഒതുങ്ങാതെ പ്രാവർത്തിയാക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടികളൊക്കെ പ്രേക്ഷകരുടെ തീരുമാനത്തിനല്ലാതെ പ്രസക്തിയില്ല. അതെ. അപ്പോൾ 26-ാം തീയതി പറഞ്ഞ പോലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം നടക്കുമ്പോൾ തിയേറ്ററിലും ഉത്സവം നടക്കട്ടെ. അതെ, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത് നമ്മുടെ കലംബാസറിന്റെ ഒരു പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിലെ നായകൻ സനോജിന്റെ പദ്ധതിയുണ്ട്. ഉണ്ണികൃഷ്ണൻ മാഷയുടെ റിസോർട്ട് ഉടമ ബാലന്റെ ഒരു പദ്ധതിയുണ്ട്. ഇതിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് അഭിനയിക്കുന്ന നിഷാ സാരംഗം, അവർക്കൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനിലും ഒരു കലമ്പനുണ്ട്, ഓരോ മനുഷ്യനിലും ഒരു പദ്ധതിയുണ്ട്. എന്തായാലും ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കേണ്ടത് ജനങ്ങളാണ്. കണ്ടിട്ട് നടപ്പിലാക്കുക. താങ്ക് യു. ഓക്കെ, അങ്ങനെ താങ്ക് യു. ശക്തിമന്ത്രം പറയും. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നായകനായിട്ടുള്ള കലംബാസൂരിന് ഇവിടെ എത്താൻ സാധിച്ചല്ലോ. പുള്ളി തൃശ്ശൂര് പ്രൊമോഷനിലിരിക്കണം, പ്രൊമോഷനിലിരിക്കണം. അതുകൊണ്ട് പുള്ളിക്ക് ഇവിടെ എത്താൻ സാധിച്ചല്ലോ. അതുകൊണ്ട് കലമ്പന് വേണ്ടിയിട്ട് ഒരു ശക്തിമന്ത്രം ചൊല്ലേണ്ടതാണ്. എന്താ പറയുക, ഇവിടെ വയ്ക്കുക. പിടിച്ചിട്ട് പറയാം, കലംബാസുര കലംബാസുര സർവരാജ്യ രക്ഷക സർവരാജ്യ രക്ഷക സൗരയൂഥ പാലക സൗരയുദ്ധ പാലക കാത്തൊള്ളനായി
കാത്തോളണമെങ്കിൽ പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി സൂപ്പർ ഹിറ്റാണ്. സൂപ്പർ ഹിറ്റ് ആവട്ടെ. അത് പുള്ളിയുടെ ആഗ്രഹത്തിന് ഇന്റർവ്യൂ സൂപ്പർ ഇത് സൂപ്പർ ഹിറ്റ് ആവട്ടെ. സൂപ്പർ ഹിറ്റ് ആവട്ടെ. അതെ, നല്ല ഷോർട്സ് ആണെന്ന് ക്യാമറമാൻ പറയാം. എന്താണ് ലാസ്റ്റ് ഇഷ്ടമുള്ളത് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാന്നുള്ളതാണ്. സർവ്വരാജ്യത്തെയും രക്ഷിക്കുന്ന കരംബാസുരനാണ് നമ്മുടെ കരംബാസുരൻ. സൗരയൂഥത്തിന്റെ ബാലകനും കൂടിയാണ്. രക്ഷിക്കട്ടെ. താങ്ക് യു.